രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ പത്രോസ് കരയ്ക്ക് വന്നെങ്കിൽ ആ കരയ്ക്ക് വന്നതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരമായിരുന്നു. കാര്യം പത്രോസിന്റെ പടകിൽ കയറാനുള്ള മത്സ്യം ആ കടലിൽ ഇല്ലാഞ്ഞതുകൊണ്ടല്ല, പക്ഷേ ആ കടലിലെ മത്സ്യങ്ങളോട് ദൈവം കൽപ്പിച്ചു പത്രോസിന്റെ പടകിൽ കയറരുതെന്ന്. പത്രോസിന്റെ പടക് ശൂന്യത വരുത്തി. എന്തിന്? പത്രോസിനെ ദൈവത്തിന് വേണമായിരുന്നു, യേശുവിന് പത്രോസിനെ വേണമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? പത്രോസിന്റെ പടകൊന്ന് ശൂന്യമാക്കി. അതിനുശേഷം യേശു ആ പടകിൽ ഒന്ന് കയറിയപ്പോൾ, പത്രോസിന്റെ ഹൃദയത്തിലേക്ക് യേശു ഒന്ന് കയറിയപ്പോൾ, എവിടെയാണോ ശൂന്യത വന്നത് ആ ശൂന്യത നികത്തി പത്രോസിനെ വീട്ടിലേക്ക് അയച്ച ഒരു നല്ല കർത്താവിനെ നിങ്ങൾ മറക്കരുത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കാത്ത ചില ശൂന്യതകൾ, ഞെരുക്കങ്ങൾ, വേദനകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നെങ്കിൽ, പത്രോസിനെ പോലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ. അത് നസറേനായ യേശുവിന്റെ മുമ്പിൽ മാത്രമാണ്. യേശു പറയുന്നത് കേൾക്കുക. യേശു നിന്നോട് എന്ത് കൽപ്പിക്കുന്നു അതനുസരിക്കുക. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. നിന്റെ ശൂന്യതകൾ, നിന്റെ വേദനകൾ ദൈവം മാറ്റും.